അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളോ ചട്നിയോ ഒന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ. ഇതെല്ലാം കറി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്, കാണാനും കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നാൽ വാ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും എടുക്കുക. അത് 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് റവ ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഈ റവ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിവിടെ വലിയൊരു പൊട്ടോറ്റോ, ഇച്ചിരി വലുതായിട്ടോ, നല്ലപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഈ റവ പൊടിച്ചതിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഉടനെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും. പക്ഷേ ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇത് മാറ്റി വെച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് 2-3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. ഇനി നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 2 മണിക്കൂറോളം മാവൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം. ഉടനെ നമുക്ക് തയ്യാറാക്കാവുന്നതാണെങ്കിൽ അല്പം മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ താളിക്കുന്ന കരണ്ടിയില്ലേ, ഇതുപോലെയുള്ള താളിക്കുന്ന പാൻ എടുത്തിട്ട് അതിലൊരല്പം ഓയിലൊഴിച്ച് ഒന്ന് ചൂടാക്കുക. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു തവി മാവ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് കറി ലീഫൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാനും മക്കൾക്കും കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അപ്പോൾ ഇതാ ഈ ഒരു സൈഡും മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതാ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്ര നല്ല രസമാണ് കേട്ടോ കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ അതാ 2 വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ നമ്മുടെ കഴിക്കാത്ത മക്കൾ, വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് വെജിറ്റബിൾ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. ക്യാരറ്റൊക്കെ ഏറ്റവും നല്ലതല്ലേ. അങ്ങനെ എല്ലാം ഞാനിതവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ലൈക്കൊക്കെ തരിക.